ഹായ് അസ്സലാമു അലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിത് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. നമുക്ക് ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് സ്കൂളിലായാലും ഓഫീസിലും ഒക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ടൊമാറ്റോ റൈസ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യും 1/2 സ്പൂണിൻ്റെ അടുത്ത് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടാകുന്ന സമയത്ത് കുറച്ച് പെരിഞ്ജീരകവും 1 കഷ്ണം പട്ടയും ഒരു കുഞ്ഞ് തക്കോലവും 2-3 ഗ്രാമ്പൂവും ബേ ലീഫിൻ്റെ പകുതിയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. അതൊരു ഗോൾഡൻ നിറമാകുന്ന സമയത്ത് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. റൈസ് വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ഞാൻ സവാളയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് ആ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഒരു ചെറിയ 2 തക്കാളി ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ച് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഒഴിച്ചു കൊടുത്ത് ഒരിക്കൽ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് കളർ ചേഞ്ച് ആക്കി ഇട്ടിട്ടുണ്ട്, ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുക. ഞാനിത് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിപ്പോൾ നമുക്ക് ബിരിയാണി അരിയിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ സാധാ കഴിക്കുന്ന ചോറില്ല, ആ ചോറിനകത്തും ഇത് കണക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ രാവിലെ വേവിച്ച് ഇത് കണക്ക് കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ രാത്രി നമ്മൾ റൈസ് വേവിച്ച് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചിരുന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ ഇത് കണക്ക് റെഡിയാക്കി കൊടുത്തു വിടാനും പറ്റും. ആവശ്യമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാൻ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കി എടുക്കാം. നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. തലേന്നൊക്കെ റൈസ് വേവിച്ച് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കണക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഇതിന് ഒത്തിരി കറിയുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ സവാളയും തക്കാളിയും ചേർത്തും തൈര് ചേർത്ത് റെഡിയാക്കുന്ന സാലഡില്ലേ, അതും ഒരു അച്ചാർ മാത്രം മതിയാകും കുട്ടികൾക്ക് കൊടുത്തു വിടാൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. ഇൻഷാല്ലാ വേറൊരു വീഡിയോയിൽ കാണാം.